ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം വെണ്ട കൃഷിയെ പറ്റിയാണ്. ഈ ജൈവ വെണ്ട കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മളുടേത്. വെണ്ട വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യവും, നമുക്ക് കഞ്ഞിവെള്ളം അതിന് നല്ല രീതിയിൽ തന്നെ വിത്ത് മുളപ്പിക്കുന്നതിനാണെങ്കിലും തൈ പറിച്ചു നടുമ്പോഴാണെങ്കിലും അതുപോലെ വളം കൊടുക്കുമ്പോഴാണെങ്കിലും കീടനാശിനിയായിട്ട് ഉപയോഗിക്കുമ്പോഴെല്ലാം കഞ്ഞിവെള്ളത്തിനൊരു നല്ല പങ്കുണ്ട്. അതാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം വിത്ത് മുളപ്പിക്കുന്നതിനുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ ഇന്നലെ തന്നെ കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ അത്രയും തന്നെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വിത്ത് കുതുക്കാനിട്ടിരുന്നതാണ്. ഇത് നമ്മളുടെ വീട്ടിലുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ച വെണ്ടയുടെ വിത്താണ്. അപ്പോൾ തലേന്ന് രാത്രിയിലിട്ടിട്ട് രാവിലെ നമുക്കെടുത്ത് ഇതുപോലെ പാകാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം നമുക്ക് വിത്തെടുത്തിട്ട് പാകാവുന്നതാണ്. വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ചാണകപ്പൊടിയും മണ്ണും ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഓരോന്നേ ഇട്ട് കൊടുക്കാവുള്ളേ. ഓരോ വിത്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പോട്ടിങ്സ് തന്നെ ചെറുതായിട്ട് എൻ്റെ മണ്ടയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കിളത്ത് വരുന്നിടം വരെ നമുക്കിതിനകത്ത് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് കുതിർത്തത് കൊണ്ട് ഒരു 4 ദിവസം ആകുമ്പോഴത്തേന് ഇതിൽ മുള വന്ന് തുടങ്ങും. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുത്തി ഒഴിക്കല്ല, കൈവെള്ളം മാത്രമേ തളിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 4 ഇല പരുവമാകുമ്പോഴത്തേന് നമുക്ക്, അതായത് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേന് നമുക്കിതിനെ പറിച്ച് നടുന്നതിനുള്ള പരുവമാകും. അതുവരെ ഇതിനി വളമൊന്നും കൊടുക്കണ്ട. നമുക്ക് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ ഒരു വിത്തായിട്ട് നമ്മൾ പാകുവാണെങ്കിൽ പറിച്ച് നടുന്നതിന് എളുപ്പമുണ്ട്. വേണേൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഡയറക്റ്റ് വിത്ത് മുളപ്പിക്കാം. പക്ഷേ ഈ മാറി മാറി വരുന്ന കാലാവസ്ഥയിലും അതുപോലെ ഡയറക്റ്റ് വെയിലടിക്കുമ്പോഴുമൊക്കെ നമുക്ക് അത് സക്സസ് ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് മാറ്റി വെച്ച് നമുക്കിതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവറായിട്ടുള്ള ചൂടിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കാനായിട്ടും പറ്റും. ഈ വെണ്ടത്തൈ കണ്ടോ, തൈ ആയപ്പോഴത്തേന് നമ്മൾ ഇതിനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നിന്നും ഗ്രോ ബാഗിലോട്ട് മാറ്റി വെച്ചതാണ്. ഇതും നമ്മൾ അതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ഇത്രയും വലുപ്പമായി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കായായിട്ട് വന്നും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പറിച്ചു നട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേന് നമുക്കിതിന് വളം കൊടുത്തു തുടങ്ങണം. വളം നമ്മൾ സാധാരണ ആദ്യം ചെടിയൊന്ന് ഹെൽത്തി ആയിട്ട് വരാനുള്ള വളമാണ് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നേർപ്പിച്ചതിനകത്തോട്ട് പച്ച ചാണകം കലക്കിയതാണിത്. ഇത് പച്ച ചാണകം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണക്ക ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ ആയാലും മതി. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലോട്ട്, ഇത് നമ്മൾ പുതയിട്ട് കൊടുക്കുമല്ലോ, പ്രത്യേകിച്ച് വെയിലാകുന്ന സമയത്ത് ഏത് ചെടി പറിച്ച് നടുമ്പോഴും നമ്മൾ പുതയിട്ട് കൊടുക്കണം. അന്നേരം ആ പുതയൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹെൽത്തി ആയിട്ട് ചെടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വളം ഇങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പൊത തിരിച്ചിട്ട് കൊടുക്കാം. അതേസമയം പൂക്കാനും കായ്ക്കാനും ആയിട്ടുള്ള ചെടികൾ, അതായത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൂവും കായും വന്നിട്ടുള്ള ചെടികളാണ്. പൂക്കൾ വന്ന് കായ്കളായി തുടങ്ങിയിട്ടുള്ള ചെടിയിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വളമെന്ന് വെച്ചാൽ സ്റ്റെറാമീൽ, സൂപ്പർ മീൽ എന്നൊക്കെ പലയിടത്തും അറിയപ്പെടും. ആ ഇതിനെ നമ്മളൊരു വളരെ കുറച്ച് ഒരു ഇത്രയും മാത്രം എടുത്തിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ്സോളം വെള്ളത്തിനകത്തോട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കും. അതിനുശേഷം ഇതിനകത്തൊരു 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ചെടിയുടെ ചുവട്ടിലായിട്ട് തളിച്ചു കൊടുക്കണം. കുത്തി ഒഴിക്കരുത്. അപ്പം നമ്മളിതുപോലെ പൊതയൊക്കെ ഇട്ടിട്ടുള്ളതൊന്ന് മാറ്റി കൊടുത്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വളം മതിയാകും. ഒരു ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഈ വളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വളമില്ലെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് കിച്ചൺ വേസ്റ്റ് പുളിപ്പിച്ചൊഴിക്കുന്ന കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഈസ്റ്റ് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടി, അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര, ഇതെല്ലാം നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കിച്ചൺ വേസ്റ്റിൽ 3 ദിവസം ഇങ്ങനെ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് നമുക്ക് 3-4 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും സ്റ്റെറാമയിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്കുള്ളവരാണെങ്കിൽ അത് പൊളിപ്പിച്ചൊഴിക്കാം. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് നമുക്ക് ഈസ്റ്റോ പിന്നെ ചാണകമോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് പുളിപ്പിച്ചിട്ട് നമുക്ക് അതും ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ജൈവ കൃഷിയിൽ നമ്മൾ ഒരുപാട് വിളവൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യത്തിനുള്ള രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടും. അതിന് നമ്മുടെ ചെറിയ ചെറിയ രീതിയിലുള്ള ജൈവ വളങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിലും മതിയാവും. എന്നാൽ ഇനി ഇതിനകത്ത് വരുന്ന പ്രധാന ഒരു പ്രശ്നമാണ് കീടങ്ങൾ. നല്ല രീതിയിൽ തഴച്ചു വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ചെടി പെട്ടെന്നായിരിക്കും കീടാക്രമണം വരുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഇല ചുരുട്ടി പുഴുവിൻ്റെ ശല്യമുണ്ട്. കണ്ടോ, ജൈവ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമ്മൾ കീടങ്ങളാണെങ്കിലും പുഴുക്കളുടെ ആണെങ്കിലും ശല്യങ്ങളുണ്ടാകും. കണ്ടോ, ഇതുപോലെ ഇല ചുരുട്ടി അതിനകത്ത് കയറി ഇരിക്കുന്ന ഈ പുഴുവിനെ കണ്ടോ, ഈ പച്ച കളറ്, ഇതാണ് ഈ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്ത് കൊല്ലണം. ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് നീക്കം ചെയ്യുക തന്നെ വേണം, അല്ലാതെ ഇത് തനിയെ പോവുകയല്ല. അപ്പോൾ ഇല ചുരുട്ടിപ്പുഴു എന്ന് മാത്രമല്ല, വെണ്ടയെ ആക്രമിക്കുന്ന എല്ലാ കീടങ്ങൾക്കും ഒരു ഒറ്റമൂലി എന്ന രീതിയിൽ കീടത്തെ ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഇത് കണ്ടോ, ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ 1 മണിക്കൂർ മുമ്പ് കഞ്ഞിവെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കുക. അതിനുശേഷം അതിന് ഇരട്ടി വെള്ളം ചേർത്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇലകളിലെല്ലാം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുവിധപ്പെട്ട എല്ലാ കീടാക്രമണത്തിൽ നിന്ന് നമുക്ക് ഈ ചെടിയെ സംരക്ഷിക്കാനായിട്ട് ഇത് മാത്രം മതി. വെണ്ടയ്ക്ക് മാത്രമല്ല, എല്ലാത്തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇലയിലും തണ്ടിലും വീഴുന്ന രീതിയിൽ നമുക്കിതിനെ തളിച്ചു കൊടുക്കാവുന്നതാണ്. അതിപ്പം സാധാരണ കീടനാശിനികളൊക്കെ നമ്മൾ തളിക്കുന്നത് വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് തളിക്കുന്നത്. ഇതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല. ജൈവമായതുകൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ ഓരോ 3 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന കണക്കിൽ നമുക്കിങ്ങനെ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കീടവും നമ്മുടെ ചെടിയെ ആക്രമിക്കത്തില്ല. വെണ്ട നട്ട് ഒരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേനെ നമുക്ക് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഉണ്ടാകുന്ന വെണ്ടയ്ക്കായ ഒരുപാട് മൂപ്പെത്തുന്നതിന് മുമ്പേ നമ്മൾ പറിക്കണം. വെണ്ടയ്ക്കായ അല്ലെങ്കിലും നല്ല മൂപ്പെത്തുന്നതിന് മുമ്പേ ഒരു പിഞ്ചായിരിക്കുമ്പോൾ തന്നെ പറിച്ചാൽ നമുക്ക് കറിക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബാക്കി വരുന്ന കായകളെല്ലാം ചെറിയതുപോലെ ഇരിക്കും, വലുപ്പം വെക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടാകുന്ന കായ നമ്മൾ വളരെ ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള നല്ല വെണ്ടയ്ക്ക തന്നെ നമുക്ക് കിട്ടി. നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇതുപോലെ. അന്നേരമാണിത് നമുക്ക് വിളവെടുക്കാൻ പരുവമായെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്കിങ്ങനെയൊക്കെ വിളവെടുക്കുമ്പോഴത്തേനും ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.